chapter 4 verse 12. Power of the word of God. ദൈവത്തിന്റെ ശക്തിയെ കുറിച്ചാണ് അത് പറയുന്നത്. ഈ ദൈവത്തിന്റെ വചനം എങ്ങനെയുള്ളതാണെന്നും ഞാൻ ഓർമ്മിച്ചു 4-ാം അധ്യായത്തിൽ യോശുവയേക്കാൾ യേശു വലിയതാണെന്ന് സ്ഥാപിക്കുമ്പോൾ തന്നെ വലിപ്പത്തിന് ഒത്തിരി കാരണങ്ങളുണ്ട്. യേശുവിന്റെ വചനം ശക്തിയുള്ള വചനമാണ്. ആ വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത് ജനം നന്നായി തിരിച്ചറിയണം. ഇവിടെ പറയുന്നു ദൈവത്തിന്റെ വചനം ജീവനുള്ള ചൈതന്യമുള്ള ദൈവവചനമാണ്. അത് പ്രാണനെയും ആത്മാവിനെയും സന്ധി മധ്യകളെയും വേർപെടുവിക്കുന്നവരെ തുടച്ചു വരുന്നതാണ്. ഹൃദയത്തിലെ ചിന്തനങ്ങളെ ഭാവങ്ങളെ ഒക്കെ വിവേചിക്കുന്നതാണ്. ഇതാണ് പവർ ഓഫ് ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിന്റെ ശക്തി അളവറ്റ വലിപ്പം നാം തിരിച്ചറിയണം. ഞാൻ പറഞ്ഞല്ലോ അടുത്തുള്ള ക്ലാസ് ഈ വചനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ ഇതൊരു വേറെ ഭാഗം ചിന്തിച്ചിരുന്നെങ്കിലും ദൈവമക്കളുടെ ഈ പുതുവർഷത്തിൽ നാം പ്രതീക്ഷിക്കുന്ന ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വചനം വെളിപ്പെട്ട് കിട്ടണം. ദൈവവചനത്തിന്റെ വെളിപ്പാടിന് വേണ്ടി പ്രാർത്ഥിക്കണം. നമുക്ക് അറിവുണ്ട്. എനിക്ക് കഴിഞ്ഞ ഓർമ്മിച്ചുണ്ട് നമ്മളെക്കാൾ വേദപുസ്തകം ഇടത്തു മുതൽ വലത്തു വരെ കാണാൻ അറിയുന്ന നിരീശ്വരവാദികളുണ്ട്. അവർ പറയുന്ന സത്യമെന്ന് തെളിയിപ്പാൻ നമ്മളെക്കാൾ നന്നായിട്ട് വചനം വചനികൾക്ക് ഒരു മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം നാം പറയുന്ന വചനം തെറ്റാണെന്ന് പറയാൻ വേണ്ടി ഒരു മുസ്ലിം ഇമാം പ്രശസ്തികളുണ്ട്. അതിനകത്ത് നമ്മേക്കാൾ നന്നായിട്ടാണ് കാര്യം പ്രവചനമൊക്കെ കോട്ട് ചെയ്ത് കാണാതെ വചനം പറയുന്നത് എന്ന് പറഞ്ഞാൽ നമ്മേക്കാൾ നന്നായി അറിയുന്ന മലയാളത്തിൽ അനേക കവികള് പ്രൊഫസർമാരൊക്കെ ദൈവവചനം കാണാതിരുന്നവരാണ്. അവർ പഠിച്ചിരിക്കുന്നത് ബൈബിൾ അങ്ങനെ അക്ഷരമാണ് പഠിച്ചിരിക്കുന്നത്. നമുക്കത് മാംസമായി ലഭിക്കണം. വചനം ജഡമായി തീരണം. അതാണ് വെളിപ്പാടിനെ കുറിച്ച് പറയുന്നത്. നാം പറയുന്നത് ദൈവമക്കളുടെ എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് ദൈവവചനമായിരിക്കും. അതിനുള്ള വിഷയങ്ങളാണ് അടുത്തതായി ചിന്തിക്കുന്നത്. ഞാൻ ഉദാഹരണങ്ങൾ കൂടെയാണ് ഇനിയുള്ള ക്ലാസ്സിൽ ചെയ്യുവാൻ താല്പര്യപ്പെടുന്നത്. കാരണം ഒരു പ്രസംഗ ശൈലിയല്ല, എന്നാൽ ഉദാഹരണങ്ങൾ നമ്മുടെ ആനുകാലിക സംഭവങ്ങൾ സാങ്കല്പിക കഥകളാണെങ്കിലും നമ്മുടെ അനുഭവത്തിലുള്ള പല കഥകൾ ഇതിനകത്തുള്ളത് കൊണ്ട് ഞാൻ അങ്ങനെ കുറച്ച് കഥകളൊക്കെ ഉണ്ടാക്കിയാണ്. ഈ കഥപ്പാടം എടുത്ത ഒരു ക്ലാസ്സാണ്. കഥകളൊക്കെ ഉണ്ടാക്കി വളരെ സംഭവങ്ങളെയൊക്കെ ചേർത്ത് ഒരു ക്ലാസ്സാണ് ഈ ഒരു ദിവസം പറയുന്നത്. കാരണം ദൈവവചനം 4-ാം അധ്യായം 10-ാം വാക്യം പറഞ്ഞതുപോലെ എവറിത്തിങ് ദാറ്റ് വിൽ ബിൽഡ് അപ്പ് അപ്പോൺ സ്ട്രോങ് ഫൗണ്ടേഷൻ ബേസ്ഡ് ഓൺ ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവവചനത്തിൽ അധിഷ്ഠിതമായ ഒരു ആത്മീയ ജീവിതം കെട്ടിപ്പൊക്കുവാനാണ് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിനാധാരമായി മത്തായി 7:24 മുതൽ 27 വരെ വാക്യങ്ങൾ വായിക്കാം. മത്തായി 7:24-27 വരെ. രാവിലെ സർവ ക്ലാസ്സിൽ പോകാൻ ഒരു സാഹചര്യത്തിൽ എല്ലാവരും നാം എല്ലാവരും വന്നുകൊണ്ട് ഞാൻ തുടങ്ങിയ മത്തായി 7:26-27 വരെ. യേശു പറഞ്ഞൊരു വചനങ്ങളാണ്. എന്റെ ഈ വചനങ്ങളെ യേശു പറഞ്ഞ മത്തായി 5:6-7 അങ്ങനെയുള്ള ഈ പ്രഭാഷണങ്ങളെ യേശുവിന്റെ വചനങ്ങളൊക്കെ കേട്ട് അനുസരിക്കുന്നവനൊക്കെ ആരൊക്കെ ദൈവവചനം കേൾക്കുന്നു എന്ന് മാത്രമല്ല അവരനുസരിക്കുന്നു. അവരൊക്കെ എങ്ങനെയുള്ളവരാണ്? പാറമേൽ അടിസ്ഥാനമിട്ട് വീട് പണിത മനുഷ്യന് തുല്യമാണ്. നിങ്ങളുടെ സംഭവം നമുക്കറിയാം. സമയം പറഞ്ഞു പോവുക. അടുത്തത് കേൾക്കാത്തവനൊക്കെ മണലിൽ വീട് പണിത മനുഷ്യനോട് തുല്യം. സംഭവം ഇതാണ്. കാറ്റടിച്ചു, വൻമഴ ചൊരിഞ്ഞു, കാറ്റടിച്ചു, നദികൾ പൊങ്ങി, അല്ലയോ 2 വീട്ടിലും കാറ്റടിച്ചെങ്കിലും ഒരു വീട് നിന്നു, ഒരു വീട് വീണു. ഇതാണ് വചനത്തിന്റെ ശക്തി എന്ന് പറയുന്നത്. രണ്ടും ഒരേ പ്രതികൂലത്തിൽ ഇപ്പോൾ കടന്നുപോയിരുന്നു. രണ്ടും ഒരേ ഭൂമിയിൽ പണിതെങ്കിലും മുകളിലോട്ടുള്ള പണിയേക്കാൾ താഴത്തിലുള്ള പണി അടിസ്ഥാനം എന്തായിരുന്നുള്ളതാണ് നിലനിൽപ്പിന്റെ കാരണം. നാം കാണുന്ന പുറമേയുള്ള പല വിഷയത്തിനകത്ത് എടുത്തു വരുമ്പോൾ അടിസ്ഥാനമില്ലെങ്കിൽ അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ വീണിരിക്കും. അത് ഉറപ്പാണ്. അങ്ങനെയുള്ള വിഷയങ്ങളാണ് നാം ഇനി ആഴ്ച പഠിക്കുന്നത്. വചനം എന്താണെന്നും വചനത്തിന്റെ ശക്തി എന്താണെന്നും മനസ്സിലാക്കണം. ഒന്നൊരു ഉദാഹരണം ഞാൻ ഓർപ്പിക്കാം. ഒരു മനുഷ്യൻ ഇതിന്റെ പേര് ഒന്ന് വിളിക്കാൻ എല്ലാവരും പേരെ കണ്ടല്ലോ, എല്ലാവരും ഉൾപ്പെടെ ഒരു ചെറിയ ആളിലേക്കാണ്. പുള്ളിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലാണ് ജോലി. നല്ലൊരു ജോലിയൊക്കെ ഉണ്ട്. നല്ല ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, നല്ല പോസ്റ്റ്, നല്ല വരുമാനമൊക്കെ ഉണ്ട്, നല്ല ജോലിയുണ്ട്. പിന്നെ ഭാര്യയുടെ പേര് സൂസൻ എന്നാണ്. 2 കൊച്ചു കുഞ്ഞുങ്ങളുണ്ട്. അങ്ങനെ നന്നായിട്ട് ഈ കുടുംബം ഇങ്ങനെ പോവുകയാണ്. പക്ഷെ ഒരു കുഴപ്പമില്ല, നല്ല ജോലി, നല്ല വരുമാനം, ജീവിത കാര്യങ്ങളൊക്കെ സന്തോഷമായിട്ട് പോകുന്ന മണ്ഡലത്തിലാണ് പെട്ടെന്ന് ഒരു തിരിച്ചറിവുണ്ടാകുന്നത്. എന്റെ വൈഫിന് ബ്ലഡ് ക്യാൻസർ ആണ്. ബ്ലഡ് ക്യാൻസർ നാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുടുംബത്തിനൊരു നോക്കണം, നാം പ്രതീക്ഷിക്കാത്ത ഒരു രോഗം കുടുംബത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ നിലയല്ല ഒന്ന് തെറ്റും. ജീവിത സാഹചര്യം മാറി.
ഡോക്ടർമാരെ മാറി മാറി കാണുന്ന ഒരു സാഹചര്യം വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്കെഡ്യൂളെല്ലാം മാറി, പണത്തിന്റെ ഒഴുക്ക്, അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒന്ന് മാനസികമായിട്ട് തകർന്ന ഒരു മണ്ഡലത്തിലെത്തി. അങ്ങനെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് തന്റെ കൂടെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു അറ്റൻഡന്റ് ഉണ്ട്. പുള്ളി ഒരു വിശ്വാസിയാണ്, നമ്മളൊക്കെ ജോലി ചെയ്യുന്ന പോലെ ഒരു വിശ്വാസിയാണ്. ഒരു വിശ്വാസം ഭയങ്കര വിശ്വാസി. അപ്പൊ പുള്ളി പറഞ്ഞു, സാറേ ഈ പട്ടണത്തിൽ ക്രൂസ് നടക്കുന്നുണ്ട്, അങ്ങനെ വലിയ ക്രൂസ് നടക്കുന്നുണ്ട്, ഒരു മിറക്കൽ ഹീലിംഗ് ക്രൂസ് നടക്കുന്നുണ്ട്, നമുക്കിന്ന് അവിടെ നിന്ന് പോയാൽ അതിലൊക്കെ നല്ല പാരമ്പര്യവും സമുദായ ഇതൊക്കെ വെച്ച് നോക്കി അങ്ങനെ ആ ക്രൂസ് ഒന്ന് പോരായിരുന്നു. ഇല്ല, പക്ഷെ രോഗത്തിന്റെ കാഠിന്യം ഉള്ളത് കൊണ്ടും രക്ഷപ്പെടണമെന്ന് ആളുള്ളത് കൊണ്ടും ആരും അറിയാതെ ഈ ക്രൂസേഡ് നിന്ന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ വൈകുന്നേരം നടന്ന ഹീലിംഗ് ക്രൂസേഡിന് പുള്ളി പോയി. ഒരു ദൈവദാസൻ പ്രസംഗിക്കുകയാണ്, നമുക്ക് അറിയാവുന്ന പോലെ ഒരു ഹീലിംഗ് മിനിസ്റ്റർ പ്രസംഗിക്കുകയാണ്. താൻ ഇങ്ങനെ പറഞ്ഞതുപോലെ ബ്ലഡ് ക്യാൻസർ ഉള്ള ഒരു സഹോദരി ഇവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ദൈവം സൗഖ്യമാക്കാൻ പോവുകയാണ്. ആ വചനം കേട്ട ഉടനെ ആ സഹോദരിയും പറഞ്ഞാൽ ഈ സൂസനും അല്ലെങ്കിൽ ചെറിയാനും ഹൃദയത്തിനകത്ത് ആഴത്തിലങ്ങ് വിശ്വസിച്ചു, ദൈവം ഞാൻ എന്ത് ചെയ്യാൻ പോവുകയാണ്, സൗഖ്യമാക്കാൻ പോയി. വിശ്വാസം അവനോട് ഏറ്റെടുത്ത് ദൈവദാസൻ അവനെ മുന്നോട്ട് വിളിച്ചു, പ്രാർത്ഥിച്ചു. അല്ലേ, പിന്നെ പോയി ഹോസ്പിറ്റലിൽ ചെക്ക് ചെയ്തപ്പോൾ എന്തില്ല, ക്യാൻസർ ഇല്ല. ഇനി പിന്നെ പഴയ അവരോട് പോകത്തില്ല. ഈ അറ്റൻഡന്റായ വൈദ്യന്റെയോ അല്ലെങ്കിൽ ചാക്കോടെയോ കൂടെ എവിടെ പോയി അവര് ഈ ബന്ധക്കോസ് സവാളിൽ പോയി. അന്ന് ഒട്ട് സന്തോഷമുള്ള ആരാധന, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു പ്രശ്നമില്ല. അപ്പൊ രോഗസൗഖ്യം തരുന്നൊരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവത്തെ ഞങ്ങൾ സേവിക്കുമെന്ന് പറഞ്ഞ് അവരെവിടെ പോയി, ആ സഭയിൽ ആരാധനയ്ക്ക് പോയി. നമ്മുടെ സഹായത്തിലെ വചനത്തിന്റെ ശക്തിയെ പറഞ്ഞു വരുന്നത്. അങ്ങനെ പോയി. അപ്പോൾ ഈ ചെറിയാണ് ഈ സഹോദരന് തന്റെ അങ്കിളിന്റെ ഒരു മോളുണ്ട്, അവിടെ പേര് ചെസ്സി എന്ന. അവിടെ കല്യാണം ഒരു 10 നല്ല പ്രായം കല്യാണം കഴിഞ്ഞു. ഒരു 4 വയസ്സിന്റെ കുഞ്ഞുണ്ട്. ഈ സമയത്താണ് അവിടെ ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് പോയത്. അപ്പൊ നോക്കണം, ഹസ്ബൻഡ് ഉപേക്ഷിച്ചിട്ട് പോയി വളരെ പ്രയാസത്തിരിക്കും, ജീവിക്കണമെന്ന് ആഗ്രഹമൊന്നുമില്ല. നല്ല പ്രായത്തിലാണ്, ഭർത്താവ് വിട്ടിട്ട് പോയി കഴിഞ്ഞു. ഇനി മടങ്ങി വന്ന് ലക്ഷണം കാണുന്ന ഒരു കൊച്ചു കുഞ്ഞുണ്ട്. ഇപ്പൊ ഒരു വിഷക്കുപ്പിയൊക്കെ വാങ്ങിച്ച് കൈ വെച്ചിട്ട് ചാവാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന സമയം. അന്നേരമാണ് ഈ അങ്കിള് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ നേരത്തെ ക്യാൻസർ സൗഖ്യമായി ദൈവസഭയിൽ ചേർന്ന അങ്കിള് പറഞ്ഞത്, എടി കുഞ്ഞ് നീ ഇങ്ങനെ നിരാശപ്പെടേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പോകുന്നൊരു പള്ളിയുണ്ട്, നീ അവിടെ വന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഈ ഒരു 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന ഞങ്ങളുടെ പള്ളി നടക്കുക, നീ ഒന്ന് വരാൻ പറഞ്ഞു. അങ്ങനെ നിർബന്ധിച്ച് ഏതായാലും ചാവാൻ പോയില്ല. ചാവാൻ പോകുന്നതിന് മുമ്പ് അങ്കിള് പറഞ്ഞില്ലെന്ന് പറഞ്ഞുകൊണ്ട് പള്ളിയിൽ ചെന്ന് ഏറ്റവും പുറകെ വന്നിരുന്നു. എന്താ പുസ്തകങ്ങളുടെ കൈയിടിയും പാട്ടും ഉപവാസങ്ങളൊക്കെ കേട്ടപ്പോ പുള്ളിക്കാരി ഭയങ്കര അശ്വത്തെ അടക്കുന്നു. കാലൊരു തലയൊക്കെ മുമ്പിട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രവാചകൻ വിളിച്ചു പറയുകയാണ്, പുറകിരിക്കുന്ന മൂന്നാമതിരിക്കുന്ന സഹോദരിയോട് ദൈവാത്മാ പറയുന്നു, നീ ഒരുക്കി വെച്ചിരിക്കുന്ന വിഷക്കുപ്പി ഹല്ലേലൂയ ദൈവം അത് കാണുന്നു, നിനക്ക് ജീവനും ജീവിതവും തരാൻ ദൈവത്തിന്റെ കഴിവുണ്ട്. അത് ചോദണം. ഒരു വ്യക്തി വന്നിരിക്കുമ്പോൾ ദൈവാത്മാ വെളിപ്പെടുത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അങ്ങനെ സമർപ്പിക്കും. എഴുന്നേറ്റ് മുന്നോട്ട് വന്ന് ആ സഹോദരിയൊക്കെ സമർപ്പിച്ചു. ഇനി പിന്നെ തിരിച്ച് വേറെ പള്ളി പോകത്തില്ലല്ലോ, ഉറപ്പായി നീ പറഞ്ഞ കാര്യം. അന്ന് തൊട്ട് ഈ ജെസ്സി എന്ന് പറയുന്ന സഹോദരിയും പൈതലും ഇവിടെ ചേർന്നു, ഈ സഭയിൽ ചേർന്നു. അങ്ങനെ ഇപ്പൊ പുതിയ 2 കുടുംബത്തിൽ കിട്ടി അല്ലെ, അങ്ങനെ സഭയിൽ ചേർന്ന് പോവുകയാണ്. ഇനി മൂന്നാമത്തെ വിഷയം വേറെയാണ്. അല്ലെ, ആ സഭയിൽ തന്നെ നല്ല മാന്യനായ രസനുണ്ട്, അല്ലെങ്കിൽ സുവിശേഷകനാണ്, ദൈവത്തിലേക്കാണ്, ദൈവത്തിലേക്ക് ചെയ്യുന്ന അസമനാണ്, സൗമ്യനാണ്, ഒരു പ്രൈവറ്റ് ഫൈനാൻസ് കമ്പനിയുടെ മാനേജറാണ്. നാട്ടിലെ ബ്ലേഡ് കമ്പനി എന്ന് പറയും. കേരളത്തോട് ബന്ധപ്പെട്ടേ പറഞ്ഞത്. നമ്മൾ പ്രൈവറ്റ് ഫൈനാൻസ് എന്നൊക്കെ പറയുമ്പോൾ അത്ര പോരാ. ഒരു ബ്ലേഡ് കമ്പനിയുടെ മാനേജറാണ്. അപ്പൊ പുള്ളിക്കാരൻ നല്ല സൗമ്യനാണ്. ആരെ കിട്ടിയെന്ന് പറയും, സുവിശേഷം. അവൻ ജോലിക്കാരൻ പറയുമ്പോൾ ആ കാര്യം തരുന്നവരോടും പറയും, പൈസ തരാത്തവരോടും പറയും, ഒന്നും വെള്ളം എന്ന് പറയും, സുവിശേഷം പറയും. അങ്ങനെ സുവിശേഷം പറയുമ്പോൾ അവിടെ തന്നെ ജോലി ചെയ്യുന്ന സജി എന്ന് പറയുന്നത്. അപ്പൊ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഈ നോക്കടാ, ഈ ഞങ്ങളുടെ മോനെ എന്തൊരു സൗമ്യന, എത്ര ദേഷ്യപ്പെട്ടാലും ചെയ്യുന്നില്ല, ആരോടും ദേഷ്യപ്പെടത്തില്ല, സുവിശേഷം പറയും. ഈ അച്ഛന്റെ സ്വഭാവം ഇങ്ങനെ നല്ലതാണെങ്കിൽ ഈ പുള്ളിയുടെ ദൈവം ഏതെന്ന് അറിയണം. ചോദിച്ചു പറഞ്ഞു വന്നപ്പോ പുള്ളി ചത്തിലാവോട്ട്. അപ്പൊ പറയണം, പിന്നെ ഞാൻ അച്ഛൻ പോയെന്ന് പറഞ്ഞു ഞാനും വരികയാണ്. അങ്ങനെ അച്ഛന്റെ സ്വഭാവം നല്ലതായതുകൊണ്ട് ആര് വന്നു, ഇവന് ഇപ്പൊ പള്ളിക്കാണ്. അപ്പൊ നമ്മളിപ്പോ 3 എത്തിയണോ. അങ്ങനെ ഒരു ആൾക്കാർ വന്നു കഴിഞ്ഞു. ഇനി 4ാമതൊരു കുടുംബമുണ്ട്, അവന്റെ പേര് തിരുവന്ന. അവന്റെ കുഴപ്പമൊന്നുമല്ല, പെട്ടെന്ന് ഇങ്ങനെ എണ്ണയൊക്കെ പഠിച്ചിട്ട് നാട്ടിങ്ങനെ കറങ്ങി നടക്കും, ജോലി ഒന്നും കിട്ടുന്നില്ല. അങ്ങനെ ഒരുപാട് ആൾക്കാരാണ്. അങ്ങനെ കറങ്ങി നടക്കുമ്പോഴാണ് ഒരു ബ്രോക്കർ ഒന്ന് പറഞ്ഞത്, നല്ലൊരു ആളുകളുണ്ട് അമേരിക്കയിലൊക്കെ സിറ്റിസനാണ്, പക്ഷെ അവർക്ക് ഒറ്റ നിർബന്ധം എന്ത് ചെയ്തിരിക്കണം, സ്ഥാനപ്പെട്ടില്ല. കാരണം ഇങ്ങനെ എണ്ണയൊന്നും പറഞ്ഞാൽ മൃഗപൂതരം വരത്തില്ല. കാരണം അവർക്ക് ആകെ ഡിമാൻഡ് എന്താ, സ്നാനപ്പെടണം. അങ്ങനെ പിന്നെ നിർബന്ധമാണെന്ന് പറഞ്ഞു. അപ്പൊ അവസാനം പറഞ്ഞു ഒരു കാര്യം, ഞാൻ പുറത്തുനിന്നല്ല, കണ്ടുപിടിക്കത്തില്ല, ചിന്തിക്കത്തില്ല, ജീവിതത്തിൽ ഒരു നിർമ്മാണവും ഇല്ല. പിന്നെ ബന്ധപ്പോസാൻ അറിഞ്ഞോളൂ. പക്ഷെ അമേരിക്ക പോലെ ചാൻസ് എന്ത് ചെയ്തേക്കാം, സ്ഥലപ്പെട്ടേക്കാൻ പറഞ്ഞു. അന്നേരം തന്നെ വിത്ത് എന്ത് ചെയ്തു, ഭയങ്കര വെള്ളപ്പെട്ടെന്നായിരുന്നു. അവനെ
പിറ്റേ ആഴ്ച കാണപ്പെട്ടു. ഇനി കാണപ്പെട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകാൻ മോശമല്ലേ? അപ്പൊ പെണ്ണിന്റെ വീട്ടുകാർ പറഞ്ഞ കാര്യം